നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ദിവീസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം ബ്രഹ്മമുഹൂർത്തം അഥവാ ബ്രാഹ്മ മുഹൂർത്തത്തെ കുറിച്ചാണ്. അതിനു മുന്നേ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികൾക്കും എൻ്റെ വിവാഹ വാർഷിക മംഗള ആശംസകൾ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മൂകാംബികായേ നമ. ബ്രഹ്മമുഹൂർത്തം. പലരും നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ രാവിലെ എഴുന്നേറ്റ് പല പല ജോലിയിൽ മുഴുകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഇക്കാലത്ത് മറന്നുപോയിരിക്കുന്നു. പണ്ട് കാലത്തുള്ള തലമുറ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞ് പ്രവർത്തിച്ചിരുന്നവരാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്താണ് ബ്രഹ്മമുഹൂർത്തം? സൂര്യോദയത്തിന് ഏകദേശം 1 മണിക്കൂർ 36 മിനിറ്റ് മുന്നെയാണ് കേരളത്തിൽ സാധാരണയായി ബ്രഹ്മമുഹൂർത്തം. പല പ്രദേശങ്ങളിലും സൂര്യോദയത്തിൻ്റെ സമയം അടിസ്ഥാനമാക്കി ഇത് മാറാറുണ്ട്. ഈ സമയത്ത് എഴുന്നേറ്റ് പ്രവർത്തിക്കുന്നവർക്ക് അപാരമായ പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം അവരുടെ ചിന്തകളെല്ലാം ഷാർപ്പായിരിക്കും. എന്താണ് കാരണം? ഈ സമയത്തുള്ള അന്തരീക്ഷം എഴുന്നേറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ ശാന്തവും നിർമ്മലവുമായിരിക്കും. ഈ സമയത്ത് നമുക്ക് നമ്മിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ്. നമ്മുടെ പല കഴിവുകളും മെച്ചപ്പെടുത്താൻ ഈ സമയം നമുക്ക് വിനിയോഗിക്കാവുന്നതാണ്. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ, ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള തിരക്കിനിടയിലും രാവിലെ തിരക്ക് പിടിച്ചെണീറ്റ് ഒരു 6 മണിക്കൊക്കെ അടുക്കളയിൽ കയറി പെട്ടെന്ന് ജോലികളെല്ലാം തീർത്തു പോകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഒരു വിളക്കൊക്കെ വെച്ച് കുളിച്ച് ശുദ്ധമായിരുന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കുറച്ച് സമയം നമ്മിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവുക. നല്ല ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ആ സമയം അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കും. കിളികളുടെ കളനാദവും അതുപോലെ നിർമ്മലമായ കാറ്റും ശാന്തതയുമെല്ലാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. ഉള്ളിലെ ഉപബോധ മനസ്സിനെ ഉണർത്താൻ ഈ സമയം വളരെയധികം സഹായിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കലാവാസനയുണ്ടെങ്കിൽ അതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ ഈ സമയം നന്നായി വിനിയോഗിക്കാൻ സാധിക്കും. സംഗീതം, നൃത്തകല, യോഗ ഇതെല്ലാം അഭ്യസിക്കാൻ ഏറ്റവും ഉചിതമായ സമയമാണിത്. കൂടാതെ പഠനത്തിൽ മികവ് നേടാനായി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പഠിക്കാൻ അനുയോജ്യമായ സമയവും ഈ ബ്രഹ്മമുഹൂർത്തം തന്നെയാണ്. പണ്ട് കാലത്തുള്ളവരുടെ എല്ലാം ആരോഗ്യ രഹസ്യവും ഇതുതന്നെയായിരുന്നു. അവരെല്ലാം നേരത്തെ എണീറ്റ് കുളിച്ച് അവരവരുടെ ജോലികളിൽ മുഴുകിയിരുന്ന് പ്രാർത്ഥനകളിലെല്ലാം മുഴുകി ഇരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് അസുഖങ്ങളോ മനപ്രയാസങ്ങളോ ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ സുഖജീവിതം നയിച്ച് സുഖമായ ഒരു ടെൻഷനുമില്ലാതെ കിടന്നുറങ്ങിയിരുന്നവരാണ്. ഇന്നത്തെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്നത്തെ തലമുറയ്ക്കുള്ളത്. ചെറിയ കുട്ടികൾക്ക് വരെ ടെൻഷനും ബിപിയും ഷുഗറും എല്ലാമാണ്. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ഒരു വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് മനസ്സമാധാനമായി കുറച്ച് സമയം ഇരുന്ന് അന്തരീക്ഷത്തോട് ചേർന്ന് ഇരിക്കുകയാണെങ്കിൽ മനസ്സിന് നല്ല ഒരു സ്വസ്ഥത ലഭിക്കുന്നതാണ്. ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്നർത്ഥമുള്ള ബ്രഹ്മവും ശുഭ സമയം എന്നർത്ഥമുള്ള മുഹൂർത്തവും ചേർന്നതാണ് ബ്രാഹ്മ മുഹൂർത്തം. ഈ സമയത്ത് ഉണർന്ന് എണീറ്റ് പ്രവർത്തിച്ചാൽ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നു. എപ്പോഴും പോസിറ്റീവായിരിക്കാനും നല്ല നല്ല ചിന്തകൾ നമ്മിലേക്ക് കൊണ്ടുവരുവാനും സാധിക്കുന്നു. നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു.
വളരെ ശക്തമായ വാസ്തുദോഷവും ജാതകദോഷവും ഉള്ളവർ പോലും ഈ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ജാതകദോഷവും വാസ്തുദോഷവും എല്ലാം ഒരു പരിധിവരെ മാറാൻ സഹായകരമാകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം സുന്ദരമായി മുന്നോട്ട് പോകാൻ ഈ സമയത്തുള്ള പ്രാർത്ഥന വളരെയധികം ശക്തിയേറിയതാണ്. ഈ സമയത്തുള്ള ക്ഷേത്ര ദർശനമാണ് നിർമാല്യ ദർശനം എന്നറിയപ്പെടുന്നത്. ദേവതകൾ പോലും ഉണരുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉണർന്നെണീറ്റ് ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് അതീവ ശക്തിയുണ്ട്. ഈ സമയത്തെ പ്രാർത്ഥനകൾ പെട്ടെന്ന് ഫലിക്കുന്നു. കാരണം പ്രപഞ്ചം ഉണർന്നെഴുന്നേൽക്കുന്ന സമയമാണ്. അന്നേരം നമ്മുടെ ഉപബോധ മനസ്സും ഉണരുമ്പോൾ, അത് രണ്ടും കൂടി ഒന്നാകുമ്പോൾ ആ പ്രാർത്ഥന പെട്ടെന്ന് ഫലപ്രാപ്തിയിലെത്തുന്നു. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കുന്നു. പല പ്രാവശ്യം കരഞ്ഞപേക്ഷിച്ചിട്ടും നടക്കാത്ത പല കാര്യങ്ങളും ഈ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് നടക്കുന്നു. ഇത് ഈ സമയത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും ഈ സമയം നന്നായി വിനിയോഗിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.